ഹലോ, ഞാൻ റിജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് The.person CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പം ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് കഴിഞ്ഞ വീഡിയോനെ കുറിച്ചാണ് പറയാനുള്ളത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് ഭാഗത്ത് നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയിരുന്നു. ക്യാമറയുടെ ക്ലാരിറ്റി അല്ല, നമ്മുടെ മൈക്കിലെ ചാർജ് തീർന്നു പോയതുകൊണ്ട് ലാസ്റ്റ് ഭാഗത്ത് ഒരുപാട് ഭാഗത്തല്ല, കുറച്ച് ഏരിയയിൽ സൗണ്ട് ഇല്ല. ഞാൻ പ്രത്യേകം എടുത്തു പറയണമെന്ന് വെച്ചാൽ നമ്മളത് വീഡിയോസ് ഒക്കെ തുടർച്ച ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം പറയാണ്. നമ്മൾ മുന്നേ തന്നെ വിചാരിച്ചിരുന്നു അങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. പക്ഷെ ഒരു 10 മിനിറ്റ്സും കൂടി കിട്ടുമെന്നാണ് നമ്മൾ വിചാരിച്ചത് മൈക്കിന്റെ ചാർജിന്റെ ഒരു അവസ്ഥ. പക്ഷെ നടന്നില്ല. അപ്പം അതുപോലെയൊക്കെ ഇനി സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റിനെ തുടങ്ങുമ്പോൾ തന്നെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സൗണ്ട് മൈക്കിന്റെ പോയതുകൊണ്ട് തന്നെ. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സൗണ്ട് ഇല്ല എന്നുള്ള രീതിയിലുള്ള കമന്റ്സുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലും കൂടി അത് പറയുന്നത്. യൂട്യൂബിലെ കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് തെറ്റുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തിരുത്തി പോകാൻ പരമാവധി ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ജനറൽ സയൻസിൽ ബയോളജിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഇൻസർഷനും ഇൻവേർഷനും ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്സ് ആണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ ബുക്കില് ഇതുപോലെ സൈഡ് ഭാഗത്തൊക്കെ ടോപ്പിക്സ് ഉണ്ടാവും. ആ ടോപ്പിക്സ് അത്യാവശ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് മെയിൻ ടോപ്പിക്സിലോട്ട് പോകാം. Substitution. A certain nucleotide is replaced with another, which affects any amino acid to be synthesized from the sequence. The gene is essential for the coding of hemoglobin. Then the effects are serious, and organisms in this instance suffer from a condition called sickle cell anemia. ഇത്രയാണ് സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. ഇനി അടുത്തത് പോളിപ്ലോയിഡി. Humans are diploid creatures, meaning for every chromosome in our body there is another one to match it. Haploid creatures have one of each chromosome. Diploid creatures have 2 of each chromosome. Triploid creatures have 3 of each chromosome. Polyploid creatures have 3 or more of each chromosome. They can be represented by n where n equals haploid, 2n equals diploid, and so on. It is possible for a species, particularly plant species, to produce offspring that contains more chromosomes than its parent. This can be a result of non-disjunction, where normally a diploid parent would produce diploid offspring, but in the case of non-disjunction, a polyploid results in one of the parents. Polyploid is responsible for the creation of thousands of species in today's planet. It is also responsible for increasing genetic diversity and producing species showing an increasing size, vigor, and an increased resistance to disease. It is also responsible for increasing genetic diversity
and producing species showing an increase in size, vigor and an increased resistance to diseases. അടുത്തത് mutation frequency. Genetic mutations are a source of new variation in a species because they physically alter the sequence of nucleotides in a given sequence, thus altering the genome in a unique way. There are many mutagenic agents that artificially increase the rate of mutations in an organism. Few decisive factors are: 1. Members of species in a particular geographic area or ethnic origin are more susceptible to mutations. 2. High dosages of X-rays or ultraviolet light can increase the likeliness of a mutation. And 3. Radioactive substances increase the rate of mutations exponentially. അടുത്തത് albinism. Albinism is an occurrence caused by a deficiency of a particular enzyme in a biochemical pathway. The resultant effect is that no melanin is present in organisms which show pale eyes and white hair skin. This is not a lethal occurrence in organisms provided they are not overexposed to ultraviolet radiation from the sun, which can be carcinogenic. Genetic control and melanin. It is a genetic coding of our bodies that determine the way we are and how we work with the external environment, either emphasizing or inhibiting the effectiveness of some of the genes. ഇനി ഈ ബോക്സിൽ കൊടുത്തേക്കുന്നത് ശ്രദ്ധിക്കുക. 1 1 2 2 3 4 3 3 2 4 3 3 2 5 4 4 3. ഈ genotype phenotype. 1 M1 M1 M2 M2 black skin. 2 M1 M1 M2 M2 dark brown skin. 3 M1 M1 M2 M2 brown skin. 4 M1 M1 M2 M2 light brown skin. 5 M1 M1 M2 M2 white skin. ഈ ഫിഗർ കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ജനറ്റിക് കൺട്രോൾ ആൻഡ് മെലാനിൻ. നമുക്ക് അടുത്ത ടോപ്പിക് പറയാം. യൂട്ടിലൈസേഷൻ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ആണ് പറയാൻ പോകുന്നത്. യൂട്ടിലൈസേഷൻ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ. All cells originate from the single zygote cell and therefore possess all the genetic information that was held in that zygote. All cells originate from the single zygote cell and therefore possess all the genetic information that was held in that zygote. Hence, an organism could be cloned from the genetic information in the nucleus of one cell, regardless of the volume of cells that make the organism, bracketly, be it one or billions. However, this brings about a question: how can cells become differentiated and specialized to perform a particular function if they are all the same? The answer is each cell performing its unique role has some of its genes switched on and some switched off. അടുത്തത് switched on and switched off. Some genes are permanently switched on and contain the blueprint for vital metabolism. Bracket example: enzymes required for respiration. However, as cells become specialized in multicellular
organisms. Some genes become switched off because they are no longer required to be functional in the particular cell or tissue. For instance, insulin is produced in pancreas cells, which must have the gene that codes for insulin switched on, and perhaps other genes that are unrelated to the role of the pancreas can be switched off. Some other genes that will be functional during specialization determine the physical characteristics of a cell that is and smooth for a muscle cell or indented like a goblet cell. സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ ദയവായി ക്ഷമിക്കുക. അടുത്തത് സ്കിൻ കളറാണ് പറയാനുള്ളത്. സ്കിൻ കളർ ഈസ് an excellent example of genetic control at work. Skin color depends on the degree of melanin found in skin cells. The amount of melanin is predetermined by the genetic blueprint of some genes in each cell. To be precise, there are 2 genes that control the production of melanin, each of which has a dominant and a recessive expression. This leads to a possible 60 combinations of genotype when coding for skin color. As seen in the box, there are 16 possible combinations in expressing the skin phenotype. There are 5 different possible genotypes that the genes of melanin can express for. Each expression of melanin has an accounting effect on skin tone and maximum expression of it through 4 dominant alleles leads to a black skin phenotype. Therefore, when a person is born, there will be one of 5 colors. After this, external factors such as UV rays from sun can change the color of the skin from its initial color. സ്കിൻ കളർ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെ ക്ഷമിക്കുക ദയവായിട്ട്. ഒരുപാടൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്ത പറയാനുള്ളത് ഐ കളർ. മെലാനിൻ വിച്ച് ഡിറ്റർമൈൻസ് ദ കളർ ഓഫ് ദ ഐ ഈസ് പ്രസന്റ് ഇൻ ദ ഇരീസ് ഓഫ് ദ ഐ. ദ കോഡിംഗ് ഫോർ ബ്രൗൺ ഐസ് ഈസ് ഡോമിനന്റ് ടു ദ കോഡിംഗ് ഫോർ ബ്ലൂ ഐസ്. ഇനി അടുത്ത പറയാനുള്ളത് ടിഷ്യൂ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഹിസ്റ്റോളജി. Tissue classification and histology in animals. The human body in adulthood is composed of over 50 million cells. 50 million of this die each second and are replaced by equal number. While all these cells have many similar characteristics, they also have dissimilar ones, making the cells sufficiently unlike and capable of being divided into group known as tissues. 4 groups of tissues are recognized: epithelial tissues (surface coverings or internal lining cells) connective tissues, supporting binding and packing tissues, muscular tissues contracting tissues, and nerve tissues, excitatory or stimulating tissues. The different tissues can be organized into organs. The study of the cell is known as cytology. That of tissues, history and of organs, orogeny,
The embryonic derivation of tissues is known as histogenesis. ടിഷ്യൂ ക്ലാസിഫിക്കേഷൻ ഹിസ്റ്റോളജിയിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ ക്ഷമിക്കുക ദയവായിട്ട്. ഞാനത് ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞോണെന്ന് വെച്ചാൽ പിന്നെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് വെറുതെ പറയുന്നതിനേക്കാളും കുറേ കൂടി നല്ലത് നമുക്ക് തെറ്റ് പറ്റുമ്പോൾ അതേ സ്പോട്ടിൽ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സോ അല്ലെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞ വേർഡ്സൊക്കെ ആവർത്തിച്ച് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് അടുത്ത് പറയാം സർട്ടിഫിക്കേഷൻ ഓഫ് അനിമൽ ടിഷ്യൂസ്. ഇനി നമുക്ക് പറയാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽ ടിഷ്യൂസ്. എപ്പിഥെലൈൽ ടിഷ്യൂസ്. Epithelial cells form the external covering layer for the body (skin) or the internal surface lining for the digestive and respiratory tracts. Epithelial cells form the external covering layer for the body (skin) or the internal surface lining for the digestive and respiratory tracts. The lining for the chest and abdomen is known as mesothelia (singular mesothelium). The internal lining of blood and lymph is called endothelium. Epithelium also forms the tubules or ducts as well as the secreting or functional cells parenchyma of glands on basis of the shapes of cells of the free surface. Three group of epithelium are distinguished. One squamous (flat), two cuboidal, and three columnar. Each of this is divided into two subgroups depending upon the number of layers they have. A summary of the types of epithelium tissues is as follows. ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽ ടിഷ്യൂസിൽ നല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ അഡ്വാൻസ്ഡായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. ഇതൊക്കെ ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞു പോയില്ലെങ്കിൽ ശരിയാവില്ല. ഇനി ക്ലാസിഫിക്കേഷൻ അനിമൽ ടിഷ്യൂസിൽ ഒരു ഫിഗർ ഉണ്ട്. ഫിഗർ എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. ഇത് ഫുൾ വിശദീകരിച്ചിട്ടുള്ള ഒരു ഫിഗർ തന്നെയാണ്. ഫിഗർ 1.9 എപ്പിഥെലിയൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറെ വരുന്ന രീതിയിലുള്ള ഒരു ഫിഗർ. നമുക്കിത് നോക്കാം. ഇതിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തായാലും ഉണ്ടാവും, ദയവേത് ക്ഷമിക്കുക. എല്ലാത്തിനും ഞാൻ പ്രത്യേകം പറഞ്ഞോന്ന് യൂട്യൂബ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ദയവേത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരും. CSAT ആയതുകൊണ്ടാണ് നമ്മൾ കുറെ കൂടി പ്രാധാന്യം കൊടുത്ത് പറഞ്ഞു പോകുന്നത്. പിന്നെ ഒരുമാതിരി എന്താ പറയാ ടഫ് വേർഡ്സ് ആണ് വരുന്നത് എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പൊ ഫിഗർ 1.9 എപ്പിഥെലിയൽ ടിഷ്യൂസ്. എപ്പിഥെലിയൽ ടിഷ്യൂ ectoderm, mesoderm, brain. Epithelial tissue ectoderm, mesoderm, brain. Permanent and living membranes. Symbol squamous, cuboidal, columnar. പിന്നെ സിലേറ്റഡ്, നോൺ സിലേറ്റഡ്. പിന്നെ സ്ട്രൈഫഡ് കൊളുമിനാർ, സ്ട്രൈഫഡ് കൊളുമിനാർ. സിലേറ്റഡ്, നോൺ സിലേറ്റഡ്, സ്റ്റാറ്റിഫൈഡ്, ക്യോമസ്, ക്യൂബോഡിയൽ ആൻഡ് ട്രാൻസിഷണൽ കൊളുമിനാർ. Squamous,
keratinizing, non-keratinizing. Varieties: glandular, endocrine, curine, endocrine, code and clamp type, follicular type. Curine, simple, tubular, alveolar. Curine compound, tubular, alveolar, alveolar. ഇതാണ് ഫിഗർ 1.9 എപ്പിഥെലിയൽ ടിഷ്യൂസ്. അപ്പോൾ ഫിഗർ 1.9 എപ്പിഥെലിയൽ ടിഷ്യൂസിൽ എപ്പിഥെലൈ ടിഷ്യൂ എക്ടോഡേം, മെസോഡേം, ബ്രെയിനി, permanent and leafy membranes, simple squamous, cuboidal, columnar, ciliated, non-ciliated, keratinizing, non-keratinizing, squamous, cuboidal and transitional. അങ്ങനെ എന്താ പറയാ, ട്യൂബുലർ, alveolar, കോഡ് ആൻഡ് ക്ലാമ്പ് ടൈപ്പ്, ഫോളിക്കുലർ ടൈപ്പ്. അങ്ങനെ ഭയങ്കര എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി വേർഡ്സ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവുക. ഇത്രേ ഉള്ളൂ നമുക്കിതിൽ പറയാനുള്ളത്. നമ്മൾ ഇതേപോലെ തന്നെ വായിച്ച് പോയേക്കാണ്. ഈ ഫിഗർ ഓർത്തിരിക്കുക. ഒരിക്കൽ കൂടി കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈമില്ല. എപ്പിഥെലൈ ടിഷ്യൂ, എക്ടോഡേം, മെസോഡേം, ബ്രെയിൻ. ഇനി എ എന്ന് പറഞ്ഞ ബി സി ഡി ഇ എഫ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. എ സിമ്പിൾ സ്ക്വയമസ്, ഫ്ലാറ്റ് സെൽസ് 1 layer തിക്ക്. ബി സിമ്പിൾ ക്യൂബോയിഡൽ, ക്യൂബ് ഷേപ്ഡ് സെൽസ് 1 layer തിക്ക്. സി simple columnar, rectangular cells 1 layer thick. D stratified squamous, multi-layered with outermost cells flat. E stratified cuboidal, multi-layered with outermost cells cube shaped. F stratified columnar, multi-layered with outermost cells rectangular. ഒരിക്കൽ കൂടി വായിക്കണേ. എ സിമ്പിൾ സ്ക്വമസ്, ഫ്ലാറ്റ് സെൽസ് 1 layer thick. ബി സിമ്പിൾ ക്യൂബോയിഡൽ, ക്യൂബ് ഷേപ്ഡ് സെൽസ് 1 layer thick. സി സിമ്പിൾ columnar, rectangular cells 1 layer thick. ഡി stratified squamous, multi-layered with outermost cells flat. E stratified cuboidal, multi-layered with outermost cells cube shaped. F stratified columnar, multi-layered with outermost cells rectangular. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫിഗർ 1.9 എപ്പിഥെലിയൽ ടിഷ്യൂസ്. നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് ഹിസ്റ്റോളജി. Histology is the microscopic study of animal and plant tissues, which are group of similar cells interrelated for cooperative performance of a particular biological function. Biopsy gives the scientist valuable information about disease process, while histological studies after autopsy reveal tissue changes that have led to death. അടുത്തത് പറയാനുള്ളത് ബയോപ്സി സർജിക്കൽ റിമൂവൽ ഓഫ് ലിവിംഗ് ബോഡി ടിഷ്യൂ ഫോർ സ്റ്റഡി ആൻഡ് ഡയഗ്നോസിസ് വിത്ത് എ മൈക്രോസ്കോപ്പ് is performed on organs to analyze the cause and nature of disease and on tumors or abnormal tissue growth to determine if they are a type of cancer. For patients diagnosed with certain
diseases. Follow-up. Biopsies are used to study the effectiveness of a chosen course of medical treatment. Biopsies are used to study the effectiveness of a chosen course of medical treatment. ഇനി അടുത്ത Autopsy or necropsy is medical examination of a dead human body, including internal organs, to determine the cause of death or to study pathological changes. An autopsy is performed by a doctor trained in pathology after the exterior body is thoroughly examined. An incision is made to expose the internal organs. Their position is noted and they are removed for examination by eye and further study under a microscope. ഓട്ടോപ്സിയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ദയവായി. അടുത്തത് ഇനി മെയിൻ ഫങ്ഷൻസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ്. അറ്റാച്ച്മെന്റ് joins one tissue with the other in the organs. At the transport, fluid connective tissues like a blood transport oxygen and materials from one part of the body to another. Support and storage form a framework of bonds to render support to the body, and adipose tissue stores fat. Repair an important role in the repair of injured tissues is played by the collagen fibers of connective tissues. Last, defense and scavenging. Macrophages, monocytes and neutrophils ingest bacteria and dead cells, thereby cleaning the body. Defense and scavenging. Macrophages, monocytes and neutrophils ingest bacteria and dead cells, thereby cleaning the body. മെയിൻ ഫങ്ഷൻസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് നമ്മൾ പറഞ്ഞ് നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. നമുക്ക് ഈ സൈഡിലുള്ള ടോപ്പിക്സ് തന്നെ നോക്കാം, അതായിരിക്കും കുറെ കൂടി സൗകര്യം. അതിനുശേഷം നമുക്ക് കണക്റ്റീവ് ടിഷ്യൂസ് തുടങ്ങാം. അപ്പോൾ നമുക്ക് പറയാം. ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്ട്രൈറ്റഡ് ഓർ സ്കെൽട്ടൽ മസ്കിൾ ടിഷ്യൂ. Each muscle fiber ബ്രാക്കറ്റിൽ സ്ട്രൈറ്റഡ് ഈസ് ആൻ syncytium with hundreds of nuclei along its length. Each muscle fiber ബ്രാക്കറ്റിൽ സ്ട്രൈറ്റഡ് is a syncytium with hundreds of nuclei along its length. The elongated nuclei lie just under the cell membrane called sarcolemma. Numerous longitudinal fibrils called myofibrils constitute the cytoplasm bracketly sarcoplasm. Myofibrils are the essential contractile elements. A striking feature is the presence of transverse striations that are present in the form of either A brands or L brands. A brand is formed of thick and dark filaments called myosin, while the L bands are formed of thin and light filaments called actin or secondary filaments. ഇതിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്, ക്ഷമിക്കുക. ഇതിൽ വളരെ ടഫായിട്ടുള്ള വേർഡ്സ് ഉണ്ട് കേട്ടോ, അത് ഞാനൊന്നും പറയാണ്. അല്ലെങ്കിൽ നല്ലതായിരിക്കും കുറച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പറഞ്ഞതിൽ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്ട്രൈറ്റനഡ് ഓർ സ്കെൽട്ടൽ മസ്കിൾ ടിഷ്യൂ. അതിൽ വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ആയിട്ട് നമുക്ക് തോന്നിയത് syncytium with hundreds of nuclei, പിന്നെ myofibrils,
സൈറ്റോപ്ലാസം, ലോങ്ങിറ്റ്യൂഡിനൽ ഫീബ്രിൽസ്, പിന്നെ സാക്രോപ്ലാസം ബ്രാക്കറ്റിൽ, പിന്നെ ട്രാൻസ്വേഴ്സ് സ്റ്റീരിയേഷൻസ്, പിന്നെ മയോസിൻ. ഒരുപാട് ടഫ് ആയിട്ടുള്ള വേർഡ്സ് ഇല്ല, എന്നാലും ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്. അതെ, ഒരു വേർഡ് ഉണ്ട് കേട്ടോ, മെംബ്രെയിൻ കോൾഡ് സാക്രോലാമ. ഇതൊക്കെ ഇതുവരെ നമ്മൾ എന്താ പറയാ, വളരെ വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് എന്ന് നമുക്ക് പറയാം. അപ്പം ശ്രദ്ധിക്കുക, അതുകൊണ്ട് പറഞ്ഞുള്ളൂ. ഇപ്പൊ ടൈമില്ല, എന്നാലും ഞാൻ പറഞ്ഞതിൽ ഈ പറഞ്ഞ പോലെ മിസ്റ്റേക്ക് വന്നതുകൊണ്ടും നമ്മൾ ശ്രദ്ധിച്ചു പോകാൻ വേണ്ടി പറയണമെന്നുള്ളൂ. പുതിയ വേർഡ്സ് ഒക്കെ ആണെങ്കിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം, നല്ലതായിരിക്കും. സാധാരണ ഇതിലുള്ള ടോപ്പിക്സ് ആകുമ്പോൾ പ്രശ്നമില്ല. ഇതുപോലത്തുള്ള ഒരുപാട് ടോപ്പിക്സ് നമുക്ക് ഇനിയും എന്തായാലും ഉണ്ടാവും ക്ലാസ് എടുക്കാനൊക്കെ. അപ്പൊ അതൊന്ന് പ്രത്യേകം നോക്കുക. അപ്പൊ ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്ട്രൈറ്റഡ് ഓർ സ്കെൽട്ടൺ മസ്കുലർ ടിഷ്യൂ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം. ഇനി നമുക്ക് പറയുന്നത് ഫ്ലവേഴ്സ് കേട്ടോ. ഫ്ലവേഴ്സ്, ഈ ഫ്ലവേഴ്സിന്റെ ബാലൻസ് ഭാഗം അടുത്ത പേജിലാണ്, സ്ഥലമില്ലാത്തോണ്ട്. നെർവ് ടിഷ്യൂ എക്ടോഡേം എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് വരുന്നുണ്ട്. അതിന്റെ അരികത്തായിട്ടാണ് ഈ ഫ്ലവേഴ്സിന്റെ ബാലൻസ് ഭാഗം റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. നമുക്കിനി ഇത് നോക്കാം. ഫ്ലവേഴ്സ് are the reproductive organs of most seed-bearing plants, carry out multiple roles of sexual reproduction, seed development, and fruit production. Many plants produce highly visible flowers, having a distinctive size, color, or fragrance. All are familiar with the blossoms of roses, orchids, and tulips. But many plants, including oaks, beeches, maples, and grasses, have small green or grey flowers that go unnoticed. Whether eye-catching or inconspicuous, all flowers produce male or female sex cells required for sexual reproduction. Flowers facilitate fertilization, the union of a male and female sex cell to produce a fertilized egg, which then develops into an embryonic immature plant, subsequently leading to a developing seed. Neighboring structures of the flower enclose the seed and mature into a fruit. Botanists estimate that there are more than 240,000 species of flowering plants. However, flowering plants are not the only seed-producing plants. Piney spheres and cycads are among the few hundred plants that bear their seeds on the surface of cones rather than within a fruit. Botanists call the cone-bearing plants gymnosperms (bracketly naked seeds) and flowering plants (bracketly angiosperms (bracketly enclosed seeds). ഒരു കാര്യം കൂടി നമ്മൾ പറയണത്, നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി ചില ഭാഗങ്ങളിൽ പോകുന്നുണ്ട്, അപ്പൊ പ്ലീസ് അഡ്ജസ്റ്റ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന കണക്റ്റീവ് ടിഷ്യൂസ്. Connective tissues are basically of two types: regular (soft) and specialized (hard). They are classified in the above table. Connective tissues have three components: one amorphous intercellular ground substance (matrix), one amorphous intercellular ground substance (matrix), two formed intercellular substance (fibers), two formed intercellular substance (fibers), and three cells.
early embryonic development, the ground substance of mesenchyme is almost fluid in mature connective tissues. However, it is semi-fluid or gelatinous. This cementing feature is important in the formation of an organized tissue mass. There are 4 kinds of formed intercellular products: fibers, reticular, collagenous, elastic, and oxytalin. The cellular components of a typical connective tissue are mesenchymal cells, fibroblasts, mast cells, fat cells, pigment cells, reticular cells, macrophages, plasma cells, and leukocytes (white blood corpuscles) WBCs. Blood, which is a special kind of connective tissue, is composed of erythrocytes (red blood corpuscles) RBCs and leukocytes. കണക്റ്റീവ് ടിഷ്യൂസിൽ നല്ല വെറൈറ്റി വേർഡ്സ് ഒക്കെ ഉണ്ട്, ശ്രദ്ധിച്ചു പോവുക ദയവായിട്ട്. ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത് മസ്കിൾ ടിഷ്യൂസ്. Owing to their property of contraction, muscles are responsible for body movements (local and gross). For example, blood is circulated largely because of the visceral muscles in the walls of the vessels. Similarly, chewing motions are executed through contractions of skeletal muscles in the mouth, and food is propelled through the alimentary canal by the visceral muscles in the walls of the digestive tubes. Gross body movements depend on the action (skeletal muscles attached to bones). Blood is pumped into arteries (vessels leading away from the heart) by the cardiac muscles. While skeletal muscles are under the control of viscera (organs of the chest and abdominal cavities) are less not. Accordingly, skeletal muscles are voluntary muscles and visceral muscles are involuntary muscles. Cardiac muscles are considered involuntary. അപ്പം മസ്കിൾ ടിഷ്യൂസിൽ നല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവേത് ക്ഷമിക്കുക. അപ്പം നമ്മൾ മസ്കിൾ ടിഷ്യൂസും പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഒരു ഫിഗർ തന്നെയാണ് വരുന്നത്. ഫിഗർ 1.10 കണക്റ്റീവ് ടിഷ്യൂസിന്റെ ഫിഗർ. അപ്പൊ നമുക്കിത് നോക്കാം. അപ്പൊ ഫിഗർ 1.10 കണക്റ്റീവ് ടിഷ്യൂസ്. Connective tissues mesoderm. Soft, fluid, hard. Soft, loose, mesenchyme, mucoid, areolar, adipose, reticular, dense, regularly arranged, irregularly arranged. പിന്നെ blood cell forming. Lymphatic, non encapsulated. Narrow, red, yellow. Lymphatic, non-encapsulated, encapsulated. Lymph nodes, spleen, thymus. Marrow, red, yellow. Fluid, blood, lymph. Hard, cartilage, hyaline, fibro, elastic. Bone,
mature, immature, dentin, cementum. Mature, cancellous, compact. Hard, cartilage, bone, dentin, cementum. Cartilage, hyaline, fibroelastic. Bone, mature, immature. Bone, mature, immature. Cancellous, compact. ഇത്രയാണ് വിഭാഗത്തിൽ വരുന്നത്. ഫിഗർ 1.10 കണക്റ്റീവ് ടിഷ്യൂസ്. അപ്പൊ ഈ ഫിഗർ ഓർത്ത് വയ്ക്കുക. ഫിഗർ 1.10 കണക്റ്റീവ് ടിഷ്യൂസ്. നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇത് ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. മനസ്സിലാക്കി പഠിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒരിക്കലും എന്താ പറയുക കാണാപ്പാടം പഠിച്ചു വെക്കരുത്. അത് വലിയ കാര്യം ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കി പഠിച്ചു പോവാ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും നമ്മൾ പറയണം എന്നുള്ളൂ. നമുക്ക് പറ്റാവുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ബോക്സ് തന്നെയാണ് ഇനിയും കൊടുത്തേക്കുന്നത്. ഇത് ഫിഗർ എന്ന് പറയാൻ പറ്റില്ല, നമ്മളത് വായിച്ചു പോയാണ്. മസ്കിൾ ടിഷ്യൂ മെസോഡം, വിസറൽ ബ്രാക്കറ്റിൽ ഇൻവോളണ്ടറി, സ്കെൽട്ടർ ഇൻവോളണ്ടറി, കാർഡിയാക്ക് ഇൻവോളണ്ടറി. ലൊക്കേഷൻ സ്ട്രക്ചർ ഫങ്ഷണൽ കൺട്രോൾ. ലൊക്കേഷൻ വിസറൽ സ്മൂത്ത് ഇൻവോളണ്ടറി, സ്കെൽട്ടൽ സ്ട്രൈറ്റഡ് വോളണ്ടറി, കാർഡിയാക്ക് ഇൻഡിസ്റ്റിങ്ക്ലി സ്ട്രൈറ്റഡ് കാർഡിയാക്ക്. അപ്പൊ ഈ ബോക്സും ഓർത്ത് വയ്ക്കാം. മസ്കിൾ ടിഷ്യൂ മെസോഡം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇനി പറയണത് നെർവ് ടിഷ്യൂ എക്ടോഡം. നെർവ് ടിഷ്യൂ എക്ടോഡം. Nerve cells which are concentrated in the brain and spinal cord comprise the central nervous system, while those located elsewhere make up the peripheral nervous system. Characteristics that are very highly developed in this cells are conductivity (the ability to transmit stimuli) and irritability (the ability to respond to stimuli). The fundamental unit of function and structure of the nervous system is the neuron. The neuron stems from an ectothermal cell, the neuroblast, despite the tremendous length (up to several feet) that it may attain. The neuron is a single cell. Each neuron is composed of two parts. The portion that houses the nucleus is called perikaryon or cell body, while the process extending from the cell body are called fibers. Fibers are of two types: dendritus, carrying impulses to perikaryon, and axons, conveying stimuli from the cell bodies. The ends of axons assume an intimate relationship with the ends of dendrites at junctional points called synapses (spaces). Groups of similar perikaryons located within the central nervous system are collectively known as nuclei, while those forming aggregates in the peripheral system are called ganglia. Groups of similar perikaryons located within the central nervous system are collectively known as nuclei, while those forming aggregates in the peripheral system are called
ഗിലിയ. നെർവ് ടിഷ്യൂ എക്കോഡേം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താ പറയാ, ഒരു ബോക്സ് പറയാനുണ്ട്. അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. നെർവ് ടിഷ്യൂ എക്ടോഡേം, സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, സ്പെഷ്യൽ റെസിപ്പിറ്റേഴ്സ്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ. പെരിഫറൽ നെർവസ് സിസ്റ്റം നെർവ്സ്, ഗംഗ്ലിയ, നെർവ് എൻഡിങ്സ്. സ്പെഷ്യൽ റെസിപ്പിറ്റേഴ്സ് ഐ, എയർ, നോസ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. നെർവ് ടിഷ്യൂ എക്ടോഡേം, സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, സ്പെഷ്യൽ റെസിപ്പിറ്റേഴ്സ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ടിഷ്യൂ ക്ലാസിഫിക്കേഷൻ മോണോപോളി ഇൻ പ്ലാന്റ്സ്. ടിഷ്യൂ ക്ലാസിഫിക്കേഷൻ ആൻഡ് മോണോപോളി ഇൻ പ്ലാന്റ്സ്. Classification of plant tissues. Tissue classification and morphology in plants. Tissue classification and morphology in plants. Classification of plant tissues. Plant tissues can be divided into two groups. One type of cells, parenchyma, collenchyma, and sclerenchyma. Plant tissues can be divided into two groups. One type of cells, parenchyma, collenchyma, and sclerenchyma, and more than one type of cells, xylem and phloem. Another categorization divides plant tissues into meristematic, immature cells that are continuously dividing, and permanent, mature cells having special functions. The plant cells are organized into three systems. Dermal tissue system or epidermis is a single layer of cells covering the entire body of a young plant. Vascular tissue system is continuous throughout the plant but arranged differently in each organ, and ground tissue system is located between the dermal tissue and vascular tissue in each organ. Classification of plant tissues spelling mistake വന്നിട്ടുണ്ട്, ദയവേത് ക്ഷമിക്കുക. ചില വേർഡ്സ് നമുക്ക് പറയാൻ എന്താ പറയാ, വളരെ എളുപ്പമുള്ള വേർഡ്സ് ആണ്, പക്ഷെ ചിലത് നമുക്ക് അങ്ങോട്ട് അത്ര നല്ല രീതിയിൽ പറഞ്ഞു പോകാൻ പറ്റുന്നില്ല. നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ട് പരമാവധി. പിന്നെ ചില വേർഡ്സ് ടഫാണെന്ന് നമുക്ക് പറയേണ്ടി വരും ചില ടോപ്പിക്സിലൊക്കെ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ്. Types of plant tissues. Parenchyma is a plant tissue that is relatively unspecialized with thin, flexible primary walls. These cells carry out most of the plant metabolic functions. Collenchyma cells have unevenly thickened primary walls and provide support to the growing parts of plants. Sclerenchyma tissues are specialized for support. They have secondary walls hardened with lignin and may lack photoplasts at functional maturity. The sclerites are irregularly shaped. Last, schelem. Tissues include tapered tracheids and vessel elements arranged end to end, forming vessels. Both cell types have secondary walls and die at functional maturity. In gymnosperms, tracheids have the dual function of water transport and structural support.
അപ്പോൾ ടൈപ്സ് ഓഫ് പ്ലാന്റ് ഇഷ്യൂസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയാം. ഗ്രോത്ത് ഓഫ് റൂട്ട്സ്. The growth of roots under normal conditions is influenced by gravity and the presence of water. Roots tend to grow downward into soil unless water is more readily available at the surface. In addition to the primary growth in length occurring at the apex of the root, a secondary growth occurs that adds a schelum or wood to the inside of the root and phloem toward the outside. Phloem produced in this manner becomes involved in the formation of bark, which covers all the roots as well as all the stems. In several plants, roots can be formed from the cut end of a stem, the process called plant propagation. Some plants like willow or geranium root quite easily, while others like conifer root rarely, hence requiring special treatment. Root formation can be stimulated on cuttings of many plants by the application of root hormones, substances found naturally in the plant when new roots are formed. Occasionally, roots may be formed from leaves, as in African violet, which may be propagated by rooting the cut end of a leaf base in water. In some plants, roots may give rise to roots. Example, Lobardy poplar. നമുക്കിനി ഈ ഒരു ടോപ്പിക്ക് പറയാം. ഈ സൈഡിലുള്ള ടോപ്പിക്സൊക്കെ നമുക്ക് അവസാനിപ്പിക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. എന്തായാലും ഈ ഒരു ടോപ്പിക്ക് പറയാം. അത് കഴിഞ്ഞ ശേഷം മോർഫോളജി ഓഫ് എ ഫ്ലവറിംഗ് പ്ലാന്റ് പറയുന്നതായിരിക്കും നല്ലത്. കഴിഞ്ഞിട്ട് താഴെ ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്, മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് സീഡ്സ് എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ ടോപ്പിക്ക് എന്തായാലും പറയാം. ലൈഫ് സൈക്കിൾ ഓഫ് എ ഫ്ലവറിംഗ് പ്ലാന്റ്. Life cycle of a flowering plant. The life cycle of a flowering plant begins when the seed germinates. It progresses through the growth of roots, stems and leaves, formation of flower buds, pollination and fertilization, and seed and fruit development. The life cycle ends with senescence or old age and death. Plants called annuals carry out their life cycle within a year. Biennial plants live for 2 years. In the first year they produce leaves, and in second they produce flowers and fruits, and finally die. Perennial plants live for more than a year. Some perennials bloom every year, while others like agave live for years without flowering and then in a few weeks produce thousands of flowers, fruits and seeds before dying. Whatever the life cycle, most plants flower in response to certain cues. A number of factors influence the timing of flowering. The age of the plant is critical. Most plants must be at least 1 or 2 weeks old before they bloom. Presumably, they need this time to accumulate the energy reserves required for flowering. The number of pores of darkness is another factor that influences flowering. Many species bloom only when the night is just the right length, a phenomenon called photoperiodism. Photoperiodism, temperature, light intensity and moisture also affect the time of flowering. The temperature, light intensity and moisture also affect the time of flowering. The life cycle of a flowering plant നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
എന്തായാലും നമുക്ക് ഇതും കൂടി പറയാം, അതായിരിക്കും കുറെ കൂടി നല്ലത്. മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് സീഡ്സ്. അതിന് ശേഷം നമുക്ക് മോർഫോളജി ഓഫ് എ ഫ്ലവറിംഗ് പ്ലാന്റ് പറയാം. അപ്പൊ നമുക്ക് ഇത് നോക്കാം. മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് സീഡ്സ്. മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് സീഡ്സ്. മോണോകോട്ടിലിഡൻസ് ബ്രാക്കറ്റിൽ മോണോകോട്സ് ആൻഡ് ഡൈക്കോട്ടിലിഡൻസ് ബ്രാക്കറ്റിൽ ഡൈക്കോട്സ് മേക്ക് അപ്പ് ദ two large groups of flowering plants differentiated by their seed structures. Monocotyledons ബ്രാക്കറ്റിൽ മോണോകോട്സ് ആൻഡ് ഡൈക്കോട്ടിലിഡൻസ് ബ്രാക്കറ്റിൽ ഡൈക്കോട്സ് മേക്ക് the two large groups of flowering plants differentiated by their seed structures. Monocot seeds contain one cotyledon or embryonic leaf. When these seeds germinate, the cotyledon remains below ground, absorbing nutrients from the endosperm. The starchy food supply in the seed, the cotyledon transports these nutrients to the developing seedling. Dicot seeds contain two cotyledons which absorb and store the nutrients from the endosperm before the seed germinates. The cotyledons, thick with stored nutrients, emerge above ground during germination and then transport the stored nutrients to the developing seedling. For a brief time, the cotyledons also serves as the first photosynthesizing leaves, but they wither and die when the true leaves emerge. For a brief time, the cotyledons also serves as the first photosynthesizing leaves, but they wither and die when the true leaves emerge. Monocot and dicot seedsന്റെ ബാലൻസ് ഭാഗം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ക്ലാസിഫിക്കേഷൻ ബൈ സോഴ്സ് ഓഫ് എനർജി ആൻഡ് കാർബൺ എന്ന് പറഞ്ഞ ടോപ്പിക്സിന്റെ സൈഡ് ഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതൊന്ന് ദയവേത് ശ്രദ്ധിക്കാം. മോർഫോളജി ഓഫ് എ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. മോർഫോളജി ഓഫ് എ ഫ്ലവറിംഗ് പ്ലാന്റ്. Plant biologists study plant architecture at two levels, morphology and anatomy. While plant morphology is the study of external structure, plant anatomy is concerned with their internal system. The basic morphology of plants reflect their evolutionary history as terrestrial organisms. An overview of the morphology of a flowering plant bracket angiosperms is as follows. The plant body is divided into two root system and shoot system. The plant body is divided into root system and shoot system, connected by a vascular tissue that is continuous throughout the plant. The root system consists of a taproot and several lateral roots. Shoots consist of stems, leaves and flowers. The blade, an expanded portion of the leaf, is attached to a stem by a petiole. Nodes portion of the stem where leaves are attached are separated by internodes. At the shoot's tip is the terminal bud, the main growing point of the shoot. Axillary buds are located in the upper angles of leaves. Most of the axillary buds are dormant, but they have the potential to develop into vegetative leaf bearing branches or into flowers. Axillary buds are located in the upper angles of leaves. Most of the axillary buds are dormant, but they have the potential to develop into vegetative leaf bearing branches or into flowers. മോർഫോളജി ഓഫ് എ ഫ്ലവറിംഗ് പ്ലാന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ബോക്സിലുള്ളതാണ് പറയാനുള്ളത്. ഇൻ മോസ്റ്റ് ആൻജിയോസ്പെർമ്സ് ബോത്ത് വെസൽ എലമെന്റ്സ് ആൻഡ് tracheids conduct water and support is mainly provided by fiber cells.
Phloem, the food conducting cells, is sieve tube members arranged end to end with porous walls (bracketly sieve plants). Between them, the cells are living at functional maturity but lack nuclei. Alongside all sieve tube members is a nucleated companion cell. അടുത്തത് angiosperms. Angiosperms are characterized by flowers, fruits and evolutionary adaptations that function in reproduction. Taxonomists split the angiosperms into two classes: monocots, named for their single cotyledon (bracketly seed leaf), and dicots, which have two cotyledons. Monocots and dicots have several other structural differences as well. Monocots and dicots have several other structural differences as well. ഈ ബോക്സ് നമ്മൾ പറഞ്ഞു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ന്യൂട്രീഷനാണ്. Nutrition is the process of acquiring energy and food materials. Nutrition is the process of acquiring energy and food materials. The chief elements found in living organisms are hydrogen, carbon, nitrogen, oxygen, phosphorus, sulfur (bracketly all in organic molecular form), sodium, magnesium, chlorine, potassium, calcium (bracketly all as ions), and manganese, iron, cobalt, copper, zinc, boron, aluminium, silicon, vanadium, molybdenum, iodine, all as trace elements (bracketly). Carbon is the most fundamental material required by living organisms. Carbon is most fundamental material required by living organisms. So, living organisms can be grouped on the basis of their source of energy and carbon. ഇനി ഒരു ഫിഗർ ആണ് പറഞ്ഞേക്കുന്നത്. ഫിഗർ 1.11 ഫ്ലോ ഓഫ് എനർജി. സൺ, ഫോട്ടോസിന്തസിസ്, photoautotrophs (bracketly plants, algae, a few bacteria). പിന്നെ കാർബോഹൈഡ്രേറ്റ് പ്ലസ് ഓക്സിജൻ, പിന്നെ കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ, സെൻട്രൽ റെസ്പിറേഷൻ, വേസ്റ്റ് ഹീറ്റ് എനർജി, ന്യൂട്രീഷൻ, കീമോ ഹെട്രോട്രോപ്സ് (bracketly animals, fungi, most bacteria), respiration, waste heat energy, flow of energy (bracketly open arrows), and cycling of carbon (bracketly black arrows) through photoautotrophs and chemoheterotrophs, and balance between photosynthesis and respiration. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഓപ്പൺ ആരോസും ബ്ലാക്ക് ആരോസും ഒക്കെ. ഫ്ലോ ഓഫ് എനർജി ഓപ്പൺ ആരോസ്, സൈക്ലിംഗ് ഓഫ് കാർബൺ ബ്ലാക്ക് ആരോസ്. അപ്പോൾ ഫിഗർ 1.11 ഫ്ലോ ഓഫ് എനർജി നമുക്ക് ഒരിക്കൽ കൂടി പറയാം. സൺ, ഫോട്ടോസിന്തസിസ്, photoautotrophs, plants, algae, and few bacteria. Carbohydrates plus oxygen, nutrition, respiration, waste heat energy, പിന്നെ chemoheterotrophs (bracketly animals, fungi, most bacteria), പിന്നെ carbohydrates plus oxygen, carbon dioxide and water, respiration, waste heat energy, flow of energy, പിന്നെ ന്യൂട്രീഷൻ, photosynthesis.
flow of energy bracket open arrows and cycling of carbon bracket black arrows through photoautotrophs and chemoheterotrophs and balance between photosynthesis and respiration. ഒരിക്കൽ കൂടി പറയാണ്. Sun photosynthesis, photoautotrophs ബ്രാക്കറ്റിൽ plants algae, a few bacteria, carbohydrates plus oxygen, nutrition, respiration, waste heat energy. Carbohydrates plus oxygen, carbon dioxide and water. Nutrition, chemoheterotrophs bracket animals, fungi, most bacteria. Respiration, waste heat energy. Flow of energy bracket open arrows and cycling of carbon bracket black arrows through photoautotrophs and chemoheterotrophs and balance between photosynthesis and respiration. Figure 1.11 flow of energy. അപ്പോൾ ന്യൂട്രീഷനും ഫ്ലോ ഓഫ് എനർജിയുടെ ഫിഗറും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്ക് പറയാം. ക്ലാസിഫിക്കേഷൻ ബൈ സോഴ്സ് ഓഫ് എനർജി ആൻഡ് കാർബൺ, എനർജി സോഴ്സ്, കാർബൺ സോഴ്സ്, പിന്നെ ഒരു ടേബിള്, പിന്നെ പ്ലാന്റ് ന്യൂട്രീഷൻ, സാപ്രോഫൈറ്റ്, 17 essential nutrients for plants, hydroponics, the intake of nutrients by plants, photosynthesis. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം ജനറൽ സയൻസിൽ ബയോളജി. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് ദയവേത് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത് ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്. ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പം ദയവേത് ചെക്ക് ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും. സോങ്സ് മിക്സ് ചെയ്ത് വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ എന്തെങ്കിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. സോങ്സ് മിക്സ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത്. പിന്നെ നമ്മൾ കുറേ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോങ്സ് മിക്സ് ചെയ്തിട്ട് തന്നെ. അത് ക്ലാസ് ആയിട്ടല്ല, ജസ്റ്റ് നമ്മൾ നല്ല രീതിയിലുള്ള സോങ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല നിങ്ങൾക്ക് കേട്ടാൽ ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കണം. കുറേ നാളായി നമ്മളത് അപ്ലോഡ് ചെയ്തിട്ട്. യൂട്യൂബിൽ ഷോർട്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മൾ വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തിട്ടും നമ്മൾ സോങ്സ് മിക്സ് ചെയ്തിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ വീഡിയോസ്. അത് ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ എന്ന് തോന്നുന്നു മിക്സ് ചെയ്തിട്ട് ചെയ്തേക്കുന്നത്. പല രീതിയിലുള്ള സോങ്സ് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് അപ്ലോഡ് ചെയ്തേക്കുന്നത് യൂട്യൂബിൽ. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ദയവായിട്ട് കാണണം എന്നാണ് എൻ്റെ ഒരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹം. നമുക്ക് എല്ലാ വീഡിയോയിലും അത് പറയാൻ പറ്റാറില്ല, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ ഈ ബുക്കിനെ കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ട്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും പറയും. എന്തായാലും നമുക്ക് ടൈമില്ല. നമ്മുടെ എന്താ പറയുക, മൈക്ക് ഓഫ് ആവണ ഒരു അവസ്ഥയിലേക്ക് ആയി തുടങ്ങി. അതുകൊണ്ട് പിന്നീടൊരു വീഡിയോയിൽ നമ്മൾ പറയും. ഈ ബുക്കിനെ കുറിച്ചുള്ള നല്ലൊരു എക്സ്പ്ലനേഷൻ പറയാനുണ്ടെന്ന് തന്നെ പറയാം. അപ്പം നല്ലൊരു CSCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.